ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്യൂഷ എന്ന് പറഞ്ഞൊരു ഫ്ലവറുമായിട്ടാണ്. സോ നമുക്കതിന് വേണ്ടത് വൈറ്റ് കളറും റെഡ് കളറും ഫിനിക്സ് പേപ്പറാണ്. വൈറ്റ് കളർ ഫിനിക്സ് പേപ്പർ എടുക്കുക. ഇതുപോലെ പെറ്റൽസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെറ്റലിൻ്റെ ആ ഒരു മുകളിലെ വശത്തായിട്ട് തന്നെ സിക്സാക്ക് മൊമെൻറ്റിൽ ഒരു കട്ടുണ്ട്. അത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും നമുക്ക് പെറ്റലിൻ്റെ ഒരു ഷേപ്പ് കിട്ടിക്കാണും. ഇങ്ങനെയായിരിക്കും വരുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇന്നർ പോർഷനിൽ ജസ്റ്റ് റെഡ് ലൈൻസ് വരച്ച് കൊടുക്കാം. ഇതുപോലെ ഫിനിഷിംഗ് ആയിട്ട് തന്നെ കൊടുക്കുക. ഓരോ പെറ്റലിലും കറക്റ്റ് ലെവലിലും പൊസിഷനിലും കൊടുത്ത് നീറ്റായിട്ട് വയ്ക്കുക. അപ്പോഴത്തേനും നമുക്ക് ആ ഇന്നറിൽ വയ്ക്കുന്ന ആ പെറ്റൽസ് കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഓരോ പെറ്റൽസിലും ഇങ്ങനെ ചെയ്ത് ഒരുമിച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലാക്കുമ്പോഴത്തേനും ആ റെഡ് പോർഷൻ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി അടുത്തത് ഔട്ട് സൈഡിൽ വെക്കാനുള്ള പെറ്റൽസ് കട്ട് ചെയ്ത് കൊടുക്കലാണ്. അത് കുറച്ച് നീളമുള്ള പെറ്റൽസാണ്. ഇതാ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. പെറ്റൽസിന് കുറച്ച് ലെങ്ത്ത് വേണം. ഒരു ഫ്ലവറിൽ റെഡ് കളർ പെറ്റൽസ് ഒരു 5 എണ്ണം വേണ്ടി വരും. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിൽ വെക്കാനുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, വൈറ്റ് ഫിനിക്സ് പേപ്പർ എടുത്തിട്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുത്തേക്കുക. ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് അതിനൊരു ഫൈനൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷൻ്റെ തുമ്പത്ത് നമ്മൾ ഗം യൂസ് ചെയ്തിട്ട് കുറച്ച് കാപ്പിപ്പൊടി സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഭംഗി വരുത്തുള്ളൂ അതിന്. ഇതാ ഇങ്ങനെയായിരിക്കും അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാപ്പിപ്പൊടി ജസ്റ്റ് ഒന്ന് ഗം യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇതിലും വേണേ. ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ 2 ഫ്ലവറാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ഫ്ലവറിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക. റാപ്പ് ചെയ്ത് ഗോൾഡൻ സ്റ്റോക്കിംഗ് വയറോ അല്ലെങ്കിൽ ഫ്ലോറൽ വയറോ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് പോർഷൻ്റെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് ആകുന്നവരേക്കും പെറ്റൽസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ഈ ഒരു വൈറ്റ് പോർഷൻ പെറ്റൽസ് മൊത്തം ഇങ്ങനെ ഫ്ലവറിൻ്റെ ഷേപ്പ് ആകുന്നവരെ വെച്ച് കൊടുത്ത് നമ്മൾ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ അടിഭാഗത്തിനൊന്ന് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ റാപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ടേപ്പ് വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേനും നമുക്ക് ആ ഒരു അടിയിലെ പോർഷൻസ് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത അതാണ്. ഇനി നമുക്ക് ഔട്ട് സൈഡിൽ വെക്കേണ്ട പെറ്റൽസ് എടുക്കാം. ഔട്ട് സൈഡിൽ വെക്കേണ്ട പെറ്റൽസ് എടുത്ത് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക സിസേഴ്സ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് ഒരു ഫ്ലവറിന് 5 പെറ്റൽ ആ ഒരു റേഷ്യോയിൽ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് റൗണ്ടിലൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ടേപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലവറിനെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫിനിക്സ് പേപ്പർ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് വലിച്ചു കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഒരു ഫ്ലവറിന് എങ്ങനെ ഒരു ഫ്ലവർ ഇരിക്കും ആ ഒരു രീതിക്ക് ആക്കി കൊടുക്കുക. ഇതാ ഇങ്ങനെ വരും ഫൈനൽ ഔട്ട്ലുക്ക്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.